ദയാപുരം സ്കൂൾ എക്സലൻഷ്യ ഡിപ്പാർട്ട്മെന്റും സ്റ്റുഡൻസ് ഫോറവും സംയുക്തമായി നടത്തിയ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം PSG ചാമ്പ്യന്മാരായി. യൂറോപ്യൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ പേരിൽ 8 ടീമുകളായിരുന്നു മത്സരം. ദയാപുരം സുൽത്താൻ അലി സ്റ്റേഡിയത്തിൽ പാട്രൺ CT അബ്ദുറഹീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ദയാപുരം സ്കൂൾ എക്സലൻഷ്യ ഡിപ്പാർട്ട്മെന്റും സ്റ്റുഡൻസ് ഫോറവും സംയുക്തമായി നടത്തിയ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം PSG ചാമ്പ്യന്മാരായി. ടീം ലിവർപൂളാണ് റണ്ണറപ്പ്. ലിവർപൂൾ, ബാഴ്സലോണ, PSG, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, AC മിലാൻ, ബയൺ മ്യൂണിക്ക്, മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ് എന്നീ യൂറോപ്യൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ പേരിൽ 8 ടീമുകളായിട്ടായിരുന്നു മത്സരം. ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ട്രോഫി ബിലാൽ അഷ്റഫും മികച്ച ഗോൾ കീപ്പർക്കുള്ള ട്രോഫി റഫാൻ അഷ്റഫും സ്വന്തമാക്കി. ദയാപുരം സുൽത്താൻ അലി സ്റ്റേഡിയത്തിൽ പാട്രൺ CT അബ്ദുറഹീം ടൂർണമെൻറ്റ് കിക്ക് ഓഫ് ചെയ്തു. സീനിയർ സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ, കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ഇന്ത്യൻ ടീം കളിക്കാരനുമായ രോഹൻ എസ് കുന്നുമ്മൽ, സിനി ആർട്ടിസ്റ്റും ക്രിക്കറ്റ് കളിക്കാരനുമായ മധുമോഹൻ, ഇന്ത്യൻ ടീം അംഗങ്ങളായ അലൻ സജി, അലക്സ് സജി എന്നിവർ ടൂർണമെൻറ്റിന് ഓൺലൈനിലൂടെ ആശംസകൾ അർപ്പിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ TGV എബ്രഹാം, പ്രിൻസിപ്പൽ P ജ്യോതി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമാപന സമ്മേളനത്തിൽ ദയാപുരം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി CT ആദിൽ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. കമ്പാർട്ട്മെൻറ്റ് മേധാവികളായ നീത ഡേവിസ്, AK ഖദീജ, PV ഗിരിജ എന്നിവർ മറ്റു വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കായിക വിഭാഗം അധ്യാപകരായ CS സന്ദീപ്, അജ്മൽ റാഷി, R ശിവപ്രിയ, M ആതിര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.